ഫൈറ്റ് മൂവീസ് ചെയ്യുന്ന അല്ലെങ്കിൽ ബെറ്റർ ആയിട്ട് നമ്മളിവിടെ ഫൈറ്റ് ചെയ്യുന്ന ആക്ടേഴ്സ് അവർ ഭയങ്കര ഫിസിക്കലി ഡിസിപ്ലിൻഡ് ആണെന്ന് നമുക്ക് മനസ്സിലാവും. കുളിക്കുമ്പോഴൊക്കെ ഇങ്ങനെ നീറും. അപ്പം ഞാൻ വിചാരിച്ച്, അതായത് പണ്ട് നമ്മൾ സിനിമയിലൊക്കെ കണ്ട ചന്തയും കമ്പോളം ഒക്കെ കഴിഞ്ഞിട്ട് ബാബുചേട്ടൻ പോയി കുളിക്കുമ്പോഴും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. 4.5 ഗാങ്സ് ഒരു എന്താ പറയുന്നത്, ഇവിടെ സോക്കോൾഡ് ഇറങ്ങിയേക്കുന്ന സീരീസുകളെല്ലാം ബെറ്റർ സീരീസുകളുണ്ട്. ബട്ട് അതിന്റെ ഒരു സീൻ മാറ്റുന്ന ഒരു സീരീസ് ആയിരിക്കും. ഒരു പെണ്ണ് ജോലിക്ക് പോകാൻ പോകുമ്പോഴത്തേക്കും നീ പോണ്ട എന്ന് പറയുമ്പോഴത്തേക്കും അവൾ ജോലിക്ക് പോകും. അങ്ങനെ അവൾ എംപവേർഡ് ആവും. ആ ക്യാരക്ടർ ആളുകൾ ഞാൻ ഭയങ്കര ഫൈറ്റ് എനിക്ക് എങ്ങനെയെങ്കിലും ചെയ്താൽ മതി ഇരിക്കുന്ന ഒരു ആക്ടറായിട്ടാണെന്ന് തോന്നുന്നു. അപ്പൊ കാണാൻ എൻ്റെ അടുത്ത് 4.5 ഗാങ്സിൽ വന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ഒരു റോളുണ്ട്, പേരക്കുട്ടൻ എന്നാണ് പേര്. പിന്നെ ഇനി തനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യം പറയട്ടെ, ഫസ്റ്റ് അടിക്ക് ബോധം കിട്ടും. റിവ്യൂവേഴ്സ് ആർ ഓൾസോ ബയസ്ഡ് പീപ്പിൾ. ഭയങ്കര ബയസ്ഡ് ആണ്. അപ്പോൾ എല്ലാത്തിലും നമുക്ക് ഈ പൊളിറ്റിക്കലി ഒന്നും ചെയ്യാനൊന്നും പറ്റുന്നില്ല. ചാൾസ് ഡാർവിനെയൊക്കെ ജീനിയസ് എന്ന് വിളിച്ച സ്ഥലത്ത് നമ്മൾ ഇവിടുത്തെ ഒരു സിനിമക്കാരനെ ജീനിയസ് എന്ന് വിളിക്കുന്നതൊക്കെ മണ്ടത്തരമാണ്. ഈ സംഘർഷഘടന കാണുമ്പോൾ അവിടെ വിഷ്ണുവിൻ്റെ ഈ പറഞ്ഞ ആക്ഷൻ സീക്വൻസുകൾ ഫൈറ്റ് വരുന്നുണ്ട്. ഓ ബേബിയിൽ നേരത്തെ ഈ റിസ്കി എലമെന്റ്സ് വെച്ചിട്ടുള്ള ഫൈറ്റുകൾ, കാര്യങ്ങൾ, ഏലത്തോട്ട് അതിൻ്റെ അകത്തുള്ള പരിപാടികൾ. റൈഫിൾ ക്ലബ്ബ് വരുമ്പോൾ വിത്ത് ഗൺസ് ആണ് പരിപാടി വരുന്നത്. ഈ പല ക്യാരക്ടേഴ്സ് ആണ് ഫൈറ്റ് ചെയ്യുന്നത്. പക്ഷെ ഈ പറഞ്ഞ ഫൈറ്റ് കോറിയോഗ്രാഫേഴ്സിന് ഈ ആക്ഷനും കട്ടിനിടയിൽ വിഷ്ണു എടുക്കുന്ന എഫേർട്ട് ഭയങ്കര, വിഷ്ണുവാണ് എഫേർട്ട് എടുക്കുന്നത്, ക്യാരക്ടേഴ്സിന് വേണ്ടി പ്ലേ ചെയ്യുന്നത്, ഒരു ടൂൾ പോലെ യൂസ് ചെയ്യുന്നത്. ഈ ഫൈറ്റ് ചെയ്യുന്നത് ഇപ്പൊ ഈ 3 സിനിമ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, നേരത്തെ സംസാരിച്ചിട്ടുണ്ട്, റൈഫിളും ഈ സംഘർഷഘടനയും വെച്ച് പറയുകയാണെങ്കിൽ ഫൈറ്റിന് എങ്ങനെയാണ് ഇപ്പൊ ഒരു പലപ്പോഴും കുഞ്ഞു കാലത്തൊക്കെ ആക്ഷൻ ചെയ്യണം, സ്ക്രീൻ ഇടിക്കണം, ഇടി ഫിലിം കാണണമെന്നും അല്ലെങ്കിൽ ആ സമയത്ത് വളരെ ചെറുതിലാകുമ്പം അങ്ങനത്തെ ഏതെങ്കിലും ആക്ഷനിലൊക്കെ നിന്നിട്ടുണ്ടെന്നല്ലാതെ ഇതിന്റെ പ്രോസസ്സിലേക്ക് വന്ന് അഭിനയം അല്ലെ തിയേറ്റർ ചെയ്യുന്നതൊക്കെ സമയത്ത് ഞാൻ എങ്ങനെയായിരിക്കും ഒരു ഫൈറ്റ് സീക്വൻസ് ചെയ്യുന്നതെന്ന് ഞാൻ ആലോചിച്ചിട്ടേ ഇല്ല. ഐ മീൻ എനിക്ക് ഭയങ്കര ഒരു ബെറ്റർ ഫൈറ്റർ ആക്ടർ ആകണം എന്നൊന്നും ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ RDX ഒക്കെ കഴിഞ്ഞിട്ട് തന്നെ ചില ഫിലിമിലേക്കൊക്കെ 4 ഫൈറ്റ് ഉണ്ട്, ഒരു ചെറിയൊരു സീൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് വിളിച്ചു ബ്രോ ഫൈറ്റർ. അപ്പൊ RDX അപ്പം ഞാൻ OBB ചെയ്യുന്ന സമയത്ത് റിയലിസ്റ്റിക് ആയിട്ട് ആ സമയത്ത് മാക്സിമം എന്ത് എഫേർട്ട് ഇട്ട് ചെയ്യാന്നുള്ള സംഭവം ആയിരുന്നു. ഡെഫിനറ്റ്ലി ഫിസിക്കൽ ഡിസിപ്ലിൻ വേണം, ബട്ട് സ്റ്റിൽ കുറച്ചും കൂടി എന്താ പറയുന്നത്, കുറച്ചും കൂടെ പ്രിസൈസ് അല്ല, സ്പേസ് ഉണ്ട്. വൈൽ RDXലേക്ക് വരുമ്പോ എനിക്ക് ഇതിന്റെ വേറൊരു ക്രാഫ്റ്റ് ഇല്ലേ, ഫൈറ്റ് മൂവീസ് ചെയ്യുന്ന അല്ലെങ്കിൽ ബെറ്റർ ആയിട്ട് നമ്മളിവിടെ ഫൈറ്റ് ചെയ്യുന്ന ആക്ടേഴ്സ് അവർ ഭയങ്കര ഫിസിക്കലി ഡിസിപ്ലിൻഡ് ആണെന്ന് നമുക്ക് മനസ്സിലാവും. അതായത് നമ്മൾ ചെയ്യുമ്പോഴേ കിട്ടത്തുള്ളൂ അത്. അപ്പൊ അത് ചെയ്ത് അൻപറിവിന്റെ കൂടെ വർക്ക് ചെയ്തത് എനിക്ക് ഇതിൽ വേറൊരു ചെറിയ കിക്ക് എനിക്ക് അതിൽ കിട്ടിയിട്ടുണ്ട്. അത് മാത്രമല്ല ഈ തൊഴിലില് വേറെ കുറെ ഏരിയാസ് ഉണ്ട് എക്സ്പ്ലോർ ചെയ്യാനൊന്നും. തെറിച്ച് വീഴലും പരിപാടികളും ഒക്കെ. പിന്നെ എനിക്ക് മനസ്സിലായി, അതായത് ഞാൻ വീട്ടിൽ വന്ന് RDX കഴിഞ്ഞിട്ട് ഇതാക്കുമ്പോൾ പുറമൊക്കെ ജസ്റ്റ് ചിലപ്പോൾ മുറിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനെ കുളിക്കുമ്പോഴൊക്കെ ഇങ്ങനെ നീറും. അപ്പൊ ഞാൻ വിചാരിച്ച്, അതായത് പണ്ട് നമ്മള് സിനിമയിലൊക്കെ കണ്ട ചന്തയും കമ്പോളം ഒക്കെ കഴിഞ്ഞിട്ട് ബാബുചേട്ടൻ പോയി കുളിക്കുമ്പോഴും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അപ്പൊ അങ്ങനത്തെ ഒരു ഫിസിക്കൽ സൈഡ് ഉണ്ട്. പിന്നെ എത്രമാത്രം ഡിസിപ്ലിൻഡ് ആകാം, ഫിസിക്കലി ഡിസിപ്ലിൻഡ് ആകാം. എന്റെ കയ്യിൽ നിന്ന് ഒരു ആക്ടർക്കും അടി കൊണ്ടിട്ടില്ല. ഐ മീൻ നമ്മള് എത്രമാത്രം ഫിസിക്കലി ഡിസിപ്ലിൻഡ് ആണോ നമ്മുടെ കൂടെ വേറൊരു കോ ആക്ടറിന് വന്ന് നിൽക്കുമ്പോൾ അയാൾക്കൊരു സേഫ്റ്റി ഫീൽ ചെയ്യും. പാളിപ്പോലില്ല. അപ്പൊ അത് കഴിഞ്ഞ എന്റെ പേരിൽ ഈ സ്ഥലം ഞാൻ സംഘർഷഘടന വർക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പം പട ആ ട്രസ്റ്റും ഉണ്ട്. പിന്നെ ആ ലിമിറ്റഡ് സ്ഥലത്ത് നിന്നുകൊണ്ട് നമുക്ക് പ്രിക്കോഷൻസോ ബാക്കിയുള്ള സ്ഥലങ്ങളൊന്നും അല്ലാതെ തന്നെ നമുക്ക് എടാ ഞാൻ ഇങ്ങനെ ആയിരിക്കും, ഇത് ഇത്രേ വരൂ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ആ ഫിസിക്കൽ ഡിസിപ്ലിൻ എനിക്ക് ഉണ്ടായിരുന്നു.
അപ്പൊ ഞാൻ പറഞ്ഞ അടി വേറൊരാൾക്ക് അടി വീഴാതെ വേറൊരാൾക്ക് ഒരു ഇഞ്ചുറി പറ്റാതെ നമുക്ക് ഇഞ്ചുറി പറ്റാതെ ഈ സ്ഥലം നമുക്ക് എങ്ങനെ അച്ചീവ് ചെയ്തത് അതായിരിക്കുമല്ലോ. എനിക്കൊന്നും അതാണ് ഇല്ലാതെ ഇല്ലെങ്കിൽ നമുക്ക് വഴിയിൽ എവിടെങ്കിലും തല്ല് നടക്കുന്നത് ഫിലിം മേക്കറിന് ക്യാപ്ചർ ചെയ്താൽ മതി. വർക്ക് ചെയ്തപ്പോൾ എനിക്ക് ഇൻസ്പയറിംഗ് ആയിട്ട് നോട്ട് വർക്ക് റിലേറ്റഡ് അല്ലാതെ എൻ്റെ ലൈഫിൽ ഒരു ചേഞ്ച് എന്ന് വെച്ചാൽ വിഷ്ണു ഈ ഫൈറ്റ് ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്കും വിഷ്ണു നോസ് വേർ ഹിസ് ബോഡി ഈസ് ആൻഡ് ഐ ഡോണ്ട് നോ വേർ മൈ ബോഡി ഈസ്. ഞാൻ ഏത് ഷൂട്ടിലും പോയി ഫസ്റ്റ് ഡേ തന്നെ കമന്ന് വീണ് ഡിസ്കോ ചെയ്യാതെ എല്ലാം ജീവിതകാലത്തിൽ ഇത് 4.5 ഗാങ്സിൽ ഇത് കഴിഞ്ഞിട്ട് മൈൻഡ് ബോഡി കണക്ഷൻ ഉള്ള ഒരാളെ ഞാൻ കണ്ടു എന്ന് വെച്ചാൽ ഇത് കണ്ടെന്ന് വെച്ചാൽ അയാൾ അടിക്കുമ്പോഴേക്കും ഇവിടെ വന്നൊക്കെ നിൽക്കുന്നുണ്ട്, കത്തി വെച്ച് ഒത്തിരി ചത്തു പോവാ കത്തി. അപ്പം അതൊക്കെ ചെയ്യുന്നുണ്ടപ്പോൾ എനിക്ക് എവിടെയോ ഹീസ് യങ്ങർ ടു മീ, പക്ഷെ എവിടെയോ ഈ സാധനം ഒരു ഹാക്ക് ചെയ്യാൻ പറ്റുന്ന സാധനമാണല്ലോ എന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് ഒരു 3-4 മന്ത്സിൽ ഞാൻ വർക്കൗട്ടൊക്കെ ചെയ്യുമ്പം മൈൻഡ് ബോഡി കണക്ഷനിൽ വർക്ക് ചെയ്ത് 4.5 ഗാങ്സിൽ ഞാൻ വീണിട്ടേ എൻ്റെ ലൈഫിൽ തന്നെ എൻ്റെ വൈഫിനൊക്കെ സർപ്രൈസ് ആണ്. കാരണം ഫസ്റ്റ് ഡേ പോയി വീണ് ഡിസ്കോ ചെയ്യാതെ പിന്നെ ഒരു കമ്പൊക്കെ കൊണ്ടാണ് പുരുഷപ്രേതമാണെങ്കിലും അങ്ങനെ ഒരു സംഘർഷം ഉണ്ടെങ്കിലൊക്കെ അങ്ങനെ തന്നെയാണ്, നടുവ് ചെയ്യാതെയൊക്കെ. പക്ഷെ ഇതെനിക്ക് ഭയങ്കര ലൈഫിൽ ഇൻസ്പയറിങ് ആയിരുന്നു. വെച്ച് കഴിഞ്ഞാൽ അത് ഐ ഫൈൻഡ് ഇറ്റ് എന്ന് വെച്ചാൽ ഇത് ബൂസ്റ്റല്ല, ഇത് നോർമലായിട്ട് ഒരാളിൽ നമുക്ക് എന്തെങ്കിലും കിട്ടുന്നതാണല്ലോ. ഈസ് അവെയർ ഓഫ് ഇയാളുടെ കാലം എവിടെയാണ്. നമുക്ക് ആകെ ആൾക്കാരെ തട്ടാതെ നടന്നു പോകാൻ മാത്രമല്ലേ നമ്മൾ ബോഡിയില്ല, അല്ലാതെ നമുക്ക് വേറെ എന്ത് ചെയ്യുമ്പോഴും നമ്മുടെ അറിയാതെ ഇത്. അപ്പം ഇങ്ങനത്തെ ഒരു ഡിസിപ്ലിൻ ഉണ്ട്. ആ ഡിസിപ്ലിനെ കുറിച്ച് എവിടേക്കോ ഒന്ന് മെൻഷനൊക്കെ ചെയ്ത് എന്ന് വെച്ചാൽ ഇതിങ്ങനെയാണ് അങ്ങനെയാണ്. അപ്പം അത് സ്വന്തം ബോഡിയെക്കുറിച്ച് അവെയർ ആണെങ്കിൽ ചെയ്യാൻ പറ്റും. അപ്പം അത് നമ്മൾ ആക്ച്വലി ആക്ഷൻ പരിപാടികൾ നല്ല 2-3 സാധനങ്ങൾ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ക്രേസി ഫിലിമൊക്കെ ആക്ഷന് വേണ്ടി തന്നെ ഉള്ള ആക്ഷൻ പടം, ഒരു സ്പൈ റിലേറ്റഡ് ഒരു പരിപാടി എന്ന് വെച്ചാൽ ആക്ഷൻ വിത്ത് കോൺസിക്വൻസസ് ആൻഡ് വിത്ത് ഇമോഷൻ ഒക്കെ ഉള്ള ഒരു സ്പൈ മൂവി. അത് എനിക്ക് സംഭവം എന്ന് വെച്ചാൽ എനിക്ക് ആക്ഷൻ ഭയങ്കര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ സീരീസിലൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എവിടെയോ എനിക്ക് ഈ ആക്ഷന്റെ കോൺസിക്വൻസസ് ഭയങ്കര ഹൈ ആയിരിക്കണം. എന്ന് വെച്ചാൽ ഈ ഒരു 10 പേര് ചത്തു കഴിഞ്ഞാലും ഈ 10 പേര് ചത്തുമാൻ വൺ ഫിലിം വേറെ ഈ ഇത് അത് ഏത് സിനിമയാണെന്ന് പറഞ്ഞൂടെ, അത് ഒരു സൈഡിൽ വരുന്ന ഗുണ്ടയെ ഇടിച്ചു കൊന്നിട്ട് പിന്നെ ആ ഗുണ്ടയുടെ ഫ്യൂണറലിന് പോകുന്നതാണ് ആ സിനിമ. ബിം മെൻഡേഴ്സിന്റെ ഇങ്ങോട്ട് ആരുടെ സിനിമയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. അതായത് നമ്മൾ കുറെ പേരെ ജോൺ വിക്കിൽ 10 പേരെ കൊല്ലും, ഒരാളുടെ വീട്ടിൽ എത്ര പേർക്ക് ഇവർക്കൊക്കെ കുടുംബമുണ്ട്. യൂണിവേഴ്സ് ഡ്രീംസും ഹോപ്സും ആസ്പിറേഷൻസും ഒക്കെ ഉള്ള മനുഷ്യരെ പടപടപട കൊല്ലുമ്പോഴത്തേക്കും അതിലൊക്കെ എന്തെങ്കിലും സിഗ്നിഫിക്കൻസ് കൊണ്ടുവരുന്ന ഒരു പരിപാടിയാണ് ഈ സ്പൈ ഒരു സാധനം. നമ്മളിങ്ങനെ കാണുന്നുണ്ട് റൈറ്റിംഗിലൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. സെറ്റാണ്, ഞങ്ങൾക്ക് അടിച്ചാൽ മതി. ഈ റൈഫിൾ ക്ലബ് എങ്ങനെയായിരുന്നു ഇത്രയും? റൈഫിൾ ക്ലബിൽ ഉറപ്പായിട്ടും അതിലാ ഒരു നാഷണൽ ഇതിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു ഷൂട്ടർ പുള്ളി ആ ഗണ്ണിന്റെ ഹാൻഡ്ലിങ്ങും ബാക്കിയുള്ള കുറച്ചൊക്കെ നമുക്ക് ഇവിടെയാണ് അതിന്റെ പാത്തി വെക്കേണ്ടത്, ഇവിടെ പ്രോപ്പറായിട്ട് ലോക്ക് ചെയ്ത് ഇരിക്കണം. നമുക്ക് കുറച്ചൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഷർട്ടൊക്കെ മാറ്റുമ്പോൾ ഇവിടെ പാടൊക്കെ ഉണ്ടാവും. ബട്ട് അത് കുറച്ചൊക്കെ OBBയിൽ എങ്ങനെ ഇത് വെക്കേണ്ടതെന്നൊക്കെ നമുക്ക് മനസ്സിലായിരുന്നു. പക്ഷെ ഇന്നും അതിന്റെ ഒരു സയന്റിഫിക് പെർസ്പെക്റ്റീവ് ഇല്ലേ, എങ്ങനെ ഇത് ഹാൻഡിൽ ചെയ്യുന്നത്, ഇത് എടുക്കുന്നത്, ലോഡ് ചെയ്യുന്നത്, ഗൺ ഷോട്ട് കഴിഞ്ഞിട്ട് മേലോട്ടാണോ അല്ലെ താഴോട്ടാണോ അത് വെക്കുന്നത്, എങ്ങനെ അവർ വളരെ റിലാക്സ്ഡ് ആയിട്ട് ഇത് ഹാൻഡിൽ ചെയ്യുന്നത്. ഇത് ഫിസിക്കുമായി റിലേറ്റ് ചെയ്തല്ല. ചിലപ്പോൾ ഭയങ്കര വണ്ണമുള്ളൊരു ചേട്ടൻ വന്ന് ഇത് പഠിപ്പിക്കാൻ ഈ പർട്ടിക്കുലർ എക്യുപ്മെന്റ് എടുത്ത് ഹാൻഡിൽ ചെയ്യാൻ നേരത്ത് ഹോൾ പോസ്റ്റർ അങ്ങ് മാറും. ചില വണ്ണം ഒന്നും നമ്മൾ കാണൂല. ഐ മീൻ അത്രയ്ക്ക് പൊളിയായിട്ട് ഇത് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ ദർശനൊക്കെ ഭയങ്കര രസമായിട്ട് ഹാൻഡിൽ ചെയ്യും. ഇത് ഹാൻഡ്ലിങ്ങിന് ഭയങ്കര സ്റ്റൈൽ ഉണ്ടല്ലോ. അതെ അതെ, ആളുകൾക്ക് കിട്ടണമെങ്കിൽ അവിടെയാണല്ലോ വർക്ക് ആവുന്നത്. എല്ലാവർക്കും ഇതേപോലെ ഇന്നിപ്പോ 2 പേര് ഇത് പ്രാക്ടീസ് ചെയ്യണം. അത് കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾ തന്നെ ഇത്ര ആക്ടേഴ്സ് ഇല്ലേ, ഷിഫ്റ്റ് ഞങ്ങൾ ആ സമയം സ്പെൻഡ് ചെയ്ത് ആണത് അച്ചീവ് ചെയ്തേക്കുന്നത്. എല്ലാവരും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആരും ഭയങ്കര അമച്വറായിട്ട് തോക്ക് ഹാൻഡിൽ ചെയ്തിട്ടില്ല എല്ലാ ആക്ടേഴ്സും. അത് പ്രോസസ്സിന്റെ ആണ്. അതിന്റെ ഒരു ഗ്രൂപ്പൊക്കെ സെറ്റ് ചെയ്തിരുന്നു. അപ്പൊ അതിൽ ശ്യാമേട്ടെ
ഗ്രൂപ്പിന്റെ പേരിട്ടതെന്ന് പറഞ്ഞാൽ പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ പാളും. വേറെ വഴിയില്ല. അപ്പൊ ഈ ഗ്രൂപ്പ് കാണുമ്പോ തന്നെ നമുക്ക് നാളെ പ്രാക്ടീസ് ചെയ്യാൻ തോന്നും. അത് ഈ വെടിവെക്കുന്ന മാത്രം കാരണം പാളുന്ന സിനിമകളുണ്ട്. എല്ലാം കേട്ട് വെടിവെക്കുന്നതിലൊക്കെ ഒരു അത് ഈ റിയാക്ഷൻ ഉണ്ടപ്പോഴാണ് വിഷ്ണു ഈ ഗ്യാസും കുറ്റിയിട്ട് പൊട്ടിച്ച് കഴിഞ്ഞിട്ട് ചെവി പൊത്തുന്ന റിയാക്ഷൻ ഉള്ളു. അത് ഭയങ്കര രസമുള്ള, കാരണം നോർമലി ഇങ്ങനെയല്ല പൊത്തുന്നത്, മാറി നിൽക്കുമല്ല, അതിനൊരു പോസ്ചർ. അത് ശരിക്കും എന്തായിരുന്നു അതിന്റെ ഒരു ഐഡിയ? ഞാൻ പറയാം ഞാൻ സിനിമ കണ്ടിട്ടില്ല, പക്ഷെ വിഷ്ണുവിന് ഇങ്ങനത്തെ കുറെ ട്രിക്കുകളുണ്ട്. ഇതിന്റെ ഒരു സ്വാഗ്. ഇപ്പൊ RDX ജീപ്പിന്റെ ഡോറ് ചവിട്ടി തുറക്കും. അത് എഴുത്തിലുണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. എഴുത്തിൽ ചിലപ്പോൾ ഡോറ് ചവിട്ടി തുറക്കുന്നു എന്ന് കാണും. അപ്പൊ ഈ ബോഡി വെച്ചിട്ട് ഇതെല്ലാം കൂടെ ഒരു ഡാൻസ് പോലെ കറക്റ്റായിട്ട് വന്ന് ഇത് നിൽക്കുമ്പോഴത്തേക്കുള്ളൊരു സംഭവം ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇയാള് കൊറേ എവിടെയൊക്കെയോ പരീക്ഷിച്ച് പാളിയിട്ട് പാളി എടുത്തു വെച്ചിട്ടുണ്ട്. കറക്റ്റ് അത് എന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ ചെയ്യും, അതെനിക്ക് അറിയത്തില്ല. എന്ന് വെച്ചാൽ ഇങ്ങനെ ആയിരിക്കും ചെയ്യുന്നത്, പക്ഷെ ഇതിനെങ്ങനെ ഒരു വ്യത്യാസമായിട്ട് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ളത് ഇത് ചിന്ത ഓൾറെഡി ഉണ്ട്. ഞാൻ സിനിമ കണ്ടില്ല, പക്ഷെ എനിക്ക് ഉറപ്പാണ്. അത് ഭയങ്കര രസമുള്ള പോസ്റ്റർ ആയിരുന്നു. അതെങ്ങനെ ശരിക്കും അതിന്റെ ഫസ്റ്റ് മനസ്സിലായ ഐഡിയ തന്നെയായിരുന്നു. ആ സമയത്ത് ജസ്റ്റ് ഇത് ഇങ്ങനെ മാറാം എന്നുള്ള സംഭവത്തില്, അതായത് ഫേസ് ഇവിടെ വരരുത്, ലോജിക്കലി ഫയർ വരുന്നതാണ്, അപ്പൊ ഇവിടെയാണ് വെച്ചേക്കുന്നത്, അപ്പൊ മാക്സിമം ഇങ്ങോട്ട് എങ്ങനെ ഇതാക്കാന്നുള്ള സാധനത്തിൽ പൊട്ടിച്ചിട്ട് പെട്ടെന്ന് അങ്ങ് തിരിയുന്നതാണ്. അപ്പൊ അങ്ങനെ എന്തോ ചെയ്തിട്ടുണ്ട്. എന്താ ചെയ്തിട്ടുണ്ട്? ഇതിലെനിക്ക് തോന്നി ശ്യാം പുഷ്കറിന്റെ എഴുത്ത് വരുമ്പോൾ ഈ വൺ ലൈനേഴ്സ് നമ്മൾ എപ്പോഴും പല പഠനം ചെത്ത് സാധനം പോസ്റ്ററിൽ വരെ ഈ പബ്ലിസിറ്റി ഡിസൈനിൽ വരെ അത് ക്യാപ്ഷൻ ആണ്. ചിലപ്പോ ഫസ്റ്റ് രണ്ടറി നമ്മളത് ഓർക്കുന്നുണ്ടാവില്ല. പിന്നെ ദിലീഷേട്ടൻ തിരിച്ചു പറയുന്നുണ്ടല്ലോ. ദിലീഷേട്ടൻ തിരിച്ചു പറയുന്നുണ്ട്. പിന്നെ തുടക്കം മുതല് ഒരു വാക്കേ പതുക്കെ കൊണ്ടുവന്ന് ഏതെല്ലാം സ്ഥലങ്ങളിലാണ് റൈറ്റർ പ്ലേസ് ചെയ്യുന്നതെന്ന് നോക്കണം. അയാള് ഭയങ്കര ഇതായിട്ട് ആദ്യം അയാള് പറയുന്നത് എന്താ പറയുന്നത്, മറ്റേ നടനെയും കൊണ്ട് അവിടെ പോയേക്കല്ലേ, സെക്രട്ടറി ഇങ്ങനെ ഉണ്ട്, ചെത്തല്ലേ, ഒരു കളിയാക്കൽ സ്ഥലമാണ്. മറ്റടുത്ത് ഭയങ്കര ഇമോഷണൽ ആയിട്ട് ഫാദറിനെ തോക്ക് ചൂണ്ട് നിൽക്കുമ്പോഴത്തേക്ക് ചെത്തെന്ന് പറയും, അവിടെ പറയിക്കുന്നുണ്ട്. അതായത് നമ്മള് ഒരു വാക്ക് നമ്മള് പതുക്കെ ആളുകളുടെ മനസ്സിലേക്ക് പ്ലേസ് ചെയ്യുന്നതിന് ഒരു ഇതേ വാക്ക് പല സന്ദർഭങ്ങളിൽ ആ ക്യാരക്ടറിനെ കൊണ്ട് എവിടേക്കോ പറയിക്കുന്നു. അതാണെന്ന് തോന്നുന്നു നമുക്ക് പടം കഴിഞ്ഞിറങ്ങുമ്പോ അറിയാണ്ട് ചെത്ത് എന്ന് പറയാൻ തോന്നുന്നു. അത് റൈറ്റർ മാജിക്. അയാള് ഒരു രക്ഷയില്ല. എന്നിട്ടും ഒരു മെന വരുന്നില്ലല്ലോ സച്ചിൻ. മെന വരുന്നില്ലല്ലോ സച്ചിൻ. എത്ര സാധനങ്ങളാണ് അങ്ങനത്തെ കൊറേ നല്ല സാധനങ്ങള്. നമുക്ക് അറിയാത്ത ആളുകളല്ലോ ഇതിൽ തന്നെ റൈറ്റേഴ്സ് ടൂൾ പോലെ യൂസ് ചെയ്തിട്ടുള്ള ഈ നിലം വരച്ചാലും ഒക്കെ ഉണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു ഇവര് തലേന്ന് രാത്രി ഇവർക്ക് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് കാണും നാളെ ആ ഒരു സീൻ പോവാൻ. എന്നിട്ട് ഇവര് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് ബൗൺസ് ബാക്ക് ചെയ്യുമ്പോൾ അതിലെയൊക്കെ ഒരു റൈറ്റർ ഒരു ക്യാരക്ടറിന്റെ ഷൂവിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ മറ്റേ ഷൂവിൽ നിന്ന് പറയുന്ന ഒരു ഡയലോഗ് ഇവർക്ക് തന്നെ പൊട്ടിച്ചിരിച്ചിട്ടാണ് അത് വെക്കാം. അങ്ങനെയാണ് ഇത് ഫോം ചെയ്ത് നമുക്ക് രാവിലെ പ്രോപ്പർ ലൈൻസ് ഇന്ന അത് ക്യാരക്ടേഴ്സിനെ മുഴുവൻ ഇരുത്തിയിട്ട് ഇങ്ങനെ പറയുമ്പോ അപ്പോഴും തന്നെ നമ്മൾ എൻജോയ് ചെയ്യുന്നത്. ഇതാണ് പറയാൻ പോകുന്നത്. അവിടെ ടോട്ടലി ഫോം ചെയ്യുന്ന എനർജി എന്താ നമുക്ക് മനസ്സിലാവും. അപ്പൊ നമുക്ക് ഈ സീൻ പ്ലേ ചെയ്യാൻ പോകുന്നു എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര അതിനു മുമ്പേ നിങ്ങൾ എക്സൈറ്റഡ് ആണ്. ഈ നല്ല സിനിമയുടെ പാർട്ടായി നിൽക്കാന്ന് പറയുന്നത് ഇപ്പോഴെങ്കിൽ ഈ ആർട്ടിസ്റ്റ് എടുക്കുന്ന ഒരു ടേക്ക് ആണല്ലോ, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, നമ്മൾ പാർട്ടാവുന്ന സിനിമകളെല്ലാം നല്ലതായിരിക്കണം എന്നുള്ളത്. എനിക്ക് തോന്നുന്നു. പക്ഷെ അതിൽ പലതും ഈ പറഞ്ഞ പോലെ വലിയ കളക്ഷൻ നേടുന്നതാവണമെന്നില്ല, ഈ ഫെസ്റ്റിവലിൽ കുറേ റൺ കിട്ടുന്നതായിരിക്കാം. സിനിമകൾക്ക് തന്നെ പല സ്വഭാവം, പല രീതിയിലുള്ള റീച്ച് എന്നുള്ളത്. എനിക്ക് തോന്നുന്നില്ല കൃഷാന്ത് ഈ ഗഗനചാരിയുടെ പാർട്ടാവുന്നത്. എനിക്ക് തോന്നുന്നു ആ സിനിമയ്ക്കൊരു തിയേറ്ററിക്കൽ റൺ വരുന്ന സമയത്ത് ആളുകൾ പടത്തെ പറ്റി പറയുന്നൊപ്പം തന്നെ കൃഷാന്ത് പ്രസൻസ് എന്നുള്ളത് അത് നമ്മളൊരു പൊസിഷനിൽ എത്തി കഴിയുമ്പോൾ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന കൂടെയാണല്ലോ മറ്റൊരു സിനിമയ്ക്ക് അതൊരു ബൂസ്റ്റ് ആവാന്നുണ്ടെങ്കിൽ. ഈ ഗഗനചാരിയുടെ ഒരു ഐഡിയയും അതിൽ ഇങ്ങനെ ഒരു പാർട്ടാവുന്നതല്ല. ഞാൻ പോസ്റ്റിലാണ് ഗഗനചാരിയിലോട്ട് വരുന്നത്. അപ്പോൾ ഞാൻ സിനിമ കണ്ടപ്പോഴത്തേക്കും ഇത് ഇറ്റ്സ് എ വെരി ഗുഡ് ഫിലിം.
പക്ഷേ കുറച്ചുകൂടെ ഷാർപ്പായാലും രസമായിരിക്കും. അങ്ങനെ ചന്തു ഞാനും കൂടെ ഡിസ്കസ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും അതിനെ ഷാർപ്പറാക്കി. പക്ഷേ ഇറ്റ്സ് ചന്ദൂസ് ഫിലിം, ഈസ് ഓൾറെഡി ഷോട്ട് ദ ഫിലിം. പിന്നെ മ്യൂസിക് വീണ്ടും നമ്മൾ അവിടെ ഇവിടെയൊക്കെ ടച്ചൊക്കെ ചെയ്ത്. പിന്നെ ചന്ദൂസ് ഫുൾ ഓഫ് ഐഡിയാസ് കേട്ടോ. എന്നുവെച്ചാൽ അവൻ ഇതുപോലത്തെ ഒരു 500 സാധനങ്ങൾ അവൻ ചെയ്യും. ആ കമ്മ്യൂണിക്കേഷൻ ഡിസൈൻ സ്കില്ല് മാത്രം ഇപ്പം എനിക്ക് എൻ്റെ പ്രോഡക്റ്റ് അല്ലാത്തതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടെ ഒബ്ജക്റ്റീവായിട്ട് ജഡ്ജ് ചെയ്യാൻ പറ്റും. തേർഡ് പേഴ്സൺ എൻ്റെതാണെങ്കിൽ എനിക്ക് ഇത്രയും ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ചന്തു അതിൽ നിന്ന് വേണമെന്നുള്ള സാധനങ്ങൾ എടുക്കുകയും വേണ്ടാത്ത സാധനങ്ങൾ എടുക്കാതെയൊക്കെ ഇരുന്നിട്ടുണ്ട്. പല സാധനങ്ങളും എൻഡിങ്ങിലൊക്കെ ഞാൻ കുറേ പറഞ്ഞൊന്നും ചന്തു എടുത്തിട്ടൊന്നുമില്ല. അപ്പോൾ ഓൾ ടുഗദർ ഇത് പാക്ക് ചെയ്ത് വരുമ്പോഴത്തേക്കും ഓഡിയൻസിനെ എങ്ങനെ ഫീൽ ചെയ്യണമെന്നുള്ളത് ചന്തു ഓൾറെഡി ഡിസൈൻ ചെയ്തതിന് ഞാനും കൂടെ ഇരുന്നിട്ടൊന്ന് ഷാർപ്പാക്കി വിട്ടു. പിന്നെ അങ്ങനത്തെ ഒരു സിനിമ വരണം ഞാൻ പുറത്തെന്ന് വെച്ചാൽ സിനിമ വരണം എന്ന് വെച്ചാൽ യു കനോട്ട് ജമ്പ് ഇൻ ടു സൈഫൈ, യു ഹാവ് ടു മലയാളി സൈഫൈ വന്നാലേ കൊച്ചി ചൂസ് ചെയ്യുന്നതും അൺബിലീവബിളി ടാലന്റഡ് തോട്ടുള്ള ആളാണ്. പിന്നെ നമ്മുടെ സിനിമ വ്യൂവർഷിപ്പ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലാണ്. ഞാൻ ഏതോ ഒരു സ്ഥലത്ത് പറഞ്ഞു മറ്റേ എന്തോ അവിഹിത ഗർഭവും അങ്ങനത്തെ പരിപാടികളല്ലാതെ ഏഷ്യയുടെ ദുഃഖമൊക്കെ അല്ലാത്ത സിനിമകള് വരണമെങ്കിൽ ചന്ദനെ പോലുള്ള ആൾക്കാര് വന്നിരുന്ന്, കാരണം ഇത് ബിസിനസ് ആകുമ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള സാധനങ്ങൾക്ക് വേറൊരാൾക്ക് ട്രൈ ചെയ്യാൻ തോന്നുന്നു. ഈ കൊളാബറേഷൻ കംഫർട്ട് ഒക്കെ പറയുമ്പോൾ തോന്നുന്നു 4 ദിവസം വരാൻ പോകുന്നതിൽ ആളുകൾ ഭയങ്കര രസമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇതൊരു സീരീസ് ആകുമ്പോൾ കുറച്ചും കൂടെ ടൈം അതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ജേണി കുറച്ചും കൂടെ റൂട്ടഡ് ആവുന്നു, കുറച്ചധികം ഡീറ്റെയിൽഡ് ആവുന്നു, റൂട്ടഡ് ആവുന്നു. ഈ 4 സംഘം അതിൻ്റെ ഒരു മൊത്തം പ്രോസസ് വിഷ്ണുവായിട്ട് കൊളാബറേഷൻ എങ്ങനെയാ? വിഷ്ണുവായിട്ട് കൊളാബറേഷൻ വെച്ച് തുടങ്ങുന്നത് ഇതില് ഒറ്റ കാര്യം, ഞാനുമായിട്ടുള്ള കൊളാബറേഷൻ എന്ന് പറയുന്ന സാധാരണത്തെക്കായി ഉപരി 4.5 ഗാങ്സ് ഒരു എന്താ പറയുന്നത്, ഇവിടെ സോക്കോൾഡ് ഇറങ്ങിയേക്കുന്ന സീരീസുകളെല്ലാം ബെറ്റർ സീരീസുകളുണ്ട്. ബട്ട് അതിന്റെ ഒരു സീൻ മാറ്റുന്ന ഒരു സീരീസ് ആയിരിക്കും. സീൻ മാറ്റുന്ന ആരൊക്കെ പറഞ്ഞിട്ടുണ്ട് അവരൊക്കെ സുഷിൻ പറഞ്ഞ മാത്രം നോക്ക്, ഞാൻ സുഷിൻ അങ്ങനത്തെ ഒരു അന്ധവിശ്വാസം ഉണ്ടാക്കിയെടുക്കാം. എന്നുവെച്ചാൽ 10 ഇയേഴ്സോളം പ്രോസസ്സ് എടുത്ത് പല സ്ഥലത്തും പിച്ച് ചെയ്ത് വർക്കാവാതെ ഇരുന്നൊരു പരിപാടിയാണ് സോണി ഏറ്റെടുത്തത്. ആൻഡ് ഒരു സാഗയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സ്റ്റോറീസ്, സബ് സ്റ്റോറീസ്, പോസിബിലിറ്റീസ്, ഇമാജിനേഷൻസ് എല്ലാം കൂടെ വരുന്ന ഒരു ലിറ്ററേച്ചർ വർക്ക് പോലത്തെ ഒരു സാധനമാണ്. എന്നാൽ ഹ്യൂമറിലാണ് ബേസ് ചെയ്തേക്കുന്നത്. സംഘർഷഘടന പോലെ സീരിയസ് അല്ല, ഇറ്റ്സ് ഫണി. അപ്പം വിഷ്ണു ഞാനും കൂടെ ഇത് വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കുമ്പോൾ വിഷ്ണുവിന് ഇനി വരാൻ ചാൻസ് ഉള്ളതുമായിട്ടൊക്കെ ഉള്ളത് എല്ലാം ഈ കണ്ണു വെച്ചിട്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ മറ്റേ എംപവർമെന്റ് പരിപാടി അത് പറയണോ, അതെ അത്തരം പരിപാടികൾ, അങ്ങനെയുള്ള പരിപാടികളും കൂടുതലും ഒരു പെണ്ണ് ജോലിക്ക് പോകാൻ പോകുമ്പോഴത്തേക്കും നീ പോണ്ട എന്ന് പറയുമ്പോഴത്തേക്കും അവൾ ജോലിക്ക് പോകും. അങ്ങനെ അവൾ എംപവേർഡ് ആവും. ആ ക്യാരക്ടർ ഇയാൾക്ക് പ്രത്യേകിച്ച് ട്രൂത്ത് ഒന്നുമില്ല. അപ്പൊ ഇങ്ങനത്തെ ആര് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോഴും വേണ്ടാന്ന് പറഞ്ഞാൽ എന്നുവെച്ചാൽ ചുമ്മാ ഇന്നത്തെ മൂഡ് അതാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള ക്യാരക്ടേഴ്സ്, കാരണം RDXല് ഹിസ് ഡൺ റിയലി ഗുഡ്. ഇപ്പം ലോട്ട് ഓഫ് പീപ്പിൾ മൈറ്റ് ലുക്ക് അറ്റ് ഹിം ലൈക്ക് ദാറ്റ്, പക്ഷേ വി ഹാവ് എ ക്യാരക്ടർ വിച്ച് ഇസ് റിയലി ഫണ്ണി, ഒരു ഫണ്ണി കലിപ്പ് വില്ലനാണ്. അപ്പം എന്നെ അതായത് മിക്കവാറുള്ളതിലല്ല ഞാൻ നേരത്തെ പറഞ്ഞത് 4 ഫൈറ്റ് ഉണ്ട് 5 ഫൈറ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിങ്ങനെ വിളിക്കുമ്പോൾ ഞാൻ ഇടയ്ക്ക് പറയും, ആളുകൾ ഞാൻ ഭയങ്കര ഫൈറ്റ് എനിക്ക് എങ്ങനെയെങ്കിലും ചെയ്താൽ മതി എന്നുകൊണ്ട് ഇരിക്കുന്ന ഒരു ആക്ടറായിട്ടാണെന്ന് തോന്നുന്നു. അപ്പൊ കാണാൻ എൻ്റെ അടുത്ത് 4.5 ഗാങ്സിൽ വന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ഒരു റോളുണ്ട്, പേലക്കുട്ടൻ എന്നാണ് പേര്. പിന്നെ ഇനി തനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യം പറയട്ടെ, എന്താ ഫസ്റ്റ് അടിക്ക് ബോധം കിട്ടുപോയി, ഫസ്റ്റ് അടിയിൽ വീഴും, പക്ഷെ ഭയങ്കര കലിപ്പനാണ്. അങ്ങനത്തെ ഒരു എന്ന് വെച്ചാൽ പ്യാലക്കുട്ടൻ, അപ്പൊ അങ്ങനത്തെ ഒരു ക്യാരക്ടർ. അപ്പൊ എനിക്കിത് കുഞ്ഞൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഐ വോണ്ട് ടു വർക്ക് വിത്ത് ദിസ് ഗൈ മോർ സംഹൗ. അപ്പം ലെറ്റ് മീ ഫിഗർ ഔട്ട്. അതിൻ്റെ ഇടയിൽ റൈഫിൾ ക്ലബ്ബ് വന്നു. അപ്പം നമ്മൾ എങ്ങനെ റൈഫിൾ ക്ലബിൻ്റെ ഇടയിൽ കൂടെ ഇത് പുൾ ഓഫ് ചെയ്ത് അങ്ങനെ എന്ന് വെച്ചാൽ ഈ സാധനം വരുമ്പോഴത്തേക്കും ഇപ്പം എൻ്റെ ഫിലിംസിൽ, നമ്മുടെ ഫിലിംസിൽ ക്യാരക്ടേഴ്സ് പല രീതിയിൽ
പല ആൾക്കാരും വരുന്നുണ്ട്. അപ്പോൾ ആർട്ടിസ്റ്റിനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഒരു സിനിമയിൽ കണ്ട ആളല്ല. അപ്പോൾ എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയത് 4.5 ഇൻട്രാക്ട് ചെയ്തിട്ടാണ്. ആൻഡ് 4.5 ഈസ് എ ഫൺ പരിപാടി. ഇറ്റ്സ് ഫൺ പരിപാടിയും പിന്നെ ഒരു ചെറിയ ന്യൂക്കാണ്. അത് ന്യൂക്ക് കറക്റ്റ് വീണ് കഴിഞ്ഞാൽ പൊട്ടും. ഫിലിം മേക്കിങ്ങും ആക്ടേഴ്സ് പെർഫോമൻസ്, ഐ മീൻ ഞാൻ വെച്ചാൽ കളക്റ്റീവ്ലി ഫിലിം മേക്കർ സ്ഥലങ്ങളിൽ നിന്നുള്ള വിഷൻ ബാക്കിയുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഭയങ്കര രസമായിട്ട് അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഐ മീൻ ഞാൻ ആ ഒരു സ്ഥലത്തു നിന്നുകൊണ്ടാണ് ഉറപ്പായിട്ട് ആളുകളുടെ സമയത്തിന് വില നൽകിയിട്ടുണ്ട്. എന്താ പറയുക, ഒരു സ്ഥലവും ഒരു ഏരിയ പോലും, എസ്പെഷ്യലി സീരീസ് ആണല്ലോ അല്ലെങ്കിൽ തിയേറ്ററിൽ വരുമ്പോൾ ഉള്ള കളക്ഷൻ അല്ല ബാക്കിയുള്ള പരിപാടികളിൽ ഒരു സെക്കൻഡ് പോലും അവരുടെ അറ്റൻഷന് വേണ്ടി ഉഴപ്പിയിട്ടില്ല. അത് വലിയ കാര്യം. ഭയങ്കര നല്ല ഹാർഡ് വർക്ക് ചെയ്തു. ഈ സാഗ എന്നൊക്കെ പറയുമ്പോൾ ഇത്ര ആർട്ടിസ്റ്റുകളും പാർട്ടാവല്ലേ. അതായത് എനിക്കറിയുന്നിടത്തോളം മിക്ക സീനിൽ ഇത്രയും ക്രൗഡും ആളും ബഹളും അല്ലേ. കൃഷാന്തിന് പേഴ്സണൽ ഹൈ ആയിരിക്കില്ല ഇത് ഷൂട്ട് ചെയ്യുന്നത്? അയ്യോ, എനിക്ക് ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത്രയും എനിക്കൊരു വണ്ടിയൊക്കെ വേണമെന്ന് പറയുമ്പോൾ വണ്ടിയൊക്കെ അവിടെ കിട്ടുന്നതൊക്കെ ആദ്യമായിട്ട്. മറ്റേത് 4 സ്കോർപിയോ വേണമെന്ന് പറയുമ്പോൾ സംഘർഷണയിലാണ് KSRTC ബസ്സൊക്കെ നമ്മൾ ഓടിച്ചു എന്ന് പറയുന്നത്. ഒന്ന് കറക്റ്റ് ഫ്രെയിമിൽ വന്നിട്ട് പോകുന്നത്. നമ്മളൊരു 4 years മുമ്പാണെങ്കിൽ അങ്ങനൊരു KSRTC കയറി ഒളിക്യാമറ വെച്ച് നമ്മുടെ അങ്ങനത്തെ കുറേ സാധനങ്ങൾ കിട്ടി. പിന്നെ അതുപോലെ തന്നെ കൊറിയോഗ്രഫി ചെയ്യാൻ എന്ന് വെച്ചാൽ ക്രൗഡും ആർട്ടിസ്റ്റും വിൻഡും ക്യാമറയും എല്ലാം കൂടെ ചേർത്തുള്ള ഒരു കൊറിയോ ഉണ്ടല്ലോ. അത് ചെയ്യാൻ നമ്മൾ ഈ കൊറസോവയൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് ഒരിക്കലും അത് ചെയ്യാൻ പറ്റൂല. കാരണം ഇത് പൈസ വേണം. അപ്പോൾ പറ്റൂല. ഇതിന്റെ ചെറിയ ചെറിയ അംശങ്ങൾ നമ്മൾ അവിടെ ഇവിടെയൊക്കെ കാണിക്കുമ്പോൾ ആൾക്കാർ ബ്രില്യൻ ഡയറക്ഷൻ അറ്റ് ദാറ്റ് പോയിന്റ് എന്ന് ലെറ്റർ ബോക്സിൽ എഴുതും. പക്ഷേ ചില്ലറ പൈസ ചില. പക്ഷേ സഡൻലി ദർ ആർ സീൻസ് ഇൻ വിച്ച് സച്ച് തിങ്സ് ഹാവ് ഹാപ്പൻഡ്. എന്ന് വെച്ചാൽ ഒരുപാട് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഒത്തു കൊറിയോ ചെയ്താലേ ആ സാധനം അച്ചീവ് ചെയ്യാൻ പറ്റും. എല്ലാ ഡിപ്പാർട്ട്മെന്റും ഇൻക്ലൂഡിങ് ആർട്ടിസ്റ്റ് മാർക്കിൽ പറഞ്ഞാൽ ഫോക്കസ് പുള്ളർ ഇത് ചെയ്യണം, ആർട്ട് ചെയ്യണം, എല്ലാം കൂടെ അങ്ങനത്തെ ഒരു 10ഓളം പരിപാടികൾ ഉണ്ട്. അതിൻ്റെ അതെല്ലാം നെയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യുമ്പോഴത്തേക്കും ഇത് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായി. അതാണ് ബേസിക് ആയിട്ട്. അതായത് ഇത് ചെയ്ത എന്നല്ല, ഇത് ചെയ്യാൻ പറ്റും, ഇങ്ങനെയാണ് ഡയറക്ടർമാർ ഇത് ചെയ്യുന്നത്. കാരണം എങ്ങനെയാണ് ചെയ്യുന്നത്, അത് ക്രാക്ക് ചെയ്യുന്നത് വെച്ചാൽ അതിന് ഒരേ ഒരു ഫാക്ടറേ ഉള്ളൂ, മണി, പൈസയാണ് അതിന്റെ ഫാക്ടർ. അല്ലാതെ വിഷൻ എല്ലാവർക്കും കാണും, പക്ഷെ അതിന് മണി കൂടെ വരുമ്പോഴത്തേക്കും അത് കിട്ടും. ഈ അവസാനമായിട്ട് ചോദിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ സിനിമ ഡിസ്കസ് ചെയ്തു, സീരീസ് ഡിസ്കസ് ചെയ്തു, കരിയർ കാര്യങ്ങൾ മുന്നേ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഈ മുന്നോട്ടുള്ളൊരു വിഷൻ എന്നുള്ളത് എനിക്കൊന്നും പലർക്കും ഇതിന്റെ പ്ലാൻ കാര്യങ്ങളൊന്നും ചോദിക്കുന്നില്ല. മിക്കപ്പോഴും ആർട്ടിസ്റ്റുകൾ എല്ലാവരും പ്ലാനിൽ മുന്നോട്ട് പോകുന്നവരൊന്നായിരിക്കും. പക്ഷെ ഒരു വിഷൻ ഉണ്ടാവുമല്ലോ, എൻ്റെ കരിയർ എങ്ങനെ ആയിരിക്കണം, അതായത് എൻ്റെ കരിയറിൽ ഞാൻ അച്ചീവ് ചെയ്യേണ്ട ചില കാര്യങ്ങൾ മനസ്സിലുണ്ടാവാം. സിനിമ മേക്കിങ്ങിലായിരിക്കാം, പെർഫോമൻസിലായിരിക്കാം, എഴുത്തിലായിരിക്കാം. അത്തരത്തിൽ നിങ്ങളുടെ ഒരു കരിയറിൻ്റെ ഒരു വിഷൻ എന്തായിരിക്കും ശരിക്കും? ഞാൻ കുറച്ചും കൂടെ ഫിലിം ഇപ്പൊ നേരത്തെ പറഞ്ഞു റൈഫിൾ ക്ലബിൽ ഇങ്ങനെ നടന്നു, അങ്ങനെ ഇതാക്കി. ഇതിപ്പോ ഒരു വർക്കായ സിനിമ, ആളുകൾ എന്റർടൈൻഡ് ആയ ഒരു സിനിമ ആയതുകൊണ്ടാണ് അങ്ങനെ നടന്നതിന് എന്തെങ്കിലും പ്രസക്തി എനിക്ക് തോന്നുന്നത്. അപ്പൊ ആക്ടറിന്റെ പെർഫോമൻസിനുപരി അല്ലെ ആക്ടറിനുപരി ഭയങ്കര ഗംഭീര ഫിലിം മേക്കേഴ്സിന്റെ കൂടെ അവരുടെ സ്റ്റോറി ടെല്ലിങ്ങിന്റെ പാർട്ടാവണം എന്നുള്ളതാണ് എൻ്റെ വിഷൻ. അതായത് ഇത് ഇപ്പം ആ ലോഞ്ചിറ്റിവിറ്റി ഉള്ള അങ്ങനത്തെ ഒരു സിനിമയിൽ നമ്മളും പാർട്ടായിരുന്നു അതിന്റെ സ്ഥലം. അപ്പൊ ഞാൻ പറഞ്ഞ സിനിമ ആക്ടറേക്കാളൊക്കെ ഒരുപാട് വലുതാണ്. അപ്പൊ ഫിലിം മേക്കറിനെക്കാട്ടും എല്ലാവരും ആ സിനിമയിൽ എനിക്ക് വർക്ക് ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞ ആ ഗ്രേറ്റ് സിനിമയിൽ എനിക്ക് വർക്ക് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ വിഷയം. എനിക്ക് വേറെ ജോണേഴ്സ് ഒക്കെ ട്രൈ ചെയ്യണം എന്നുള്ളത്. ഇപ്പം ഞാനൊരു ട്രാവൽ മൂവി ചെയ്തു, ഒരു സൂപ്പർ ഹീറോ ചെയ്തു, ഒരു ക്രൈം നോവാർ ചെയ്തു, ഒരു ഗാങ്സ്റ്റർ പരിപാടി, ഒരു വാർ മൂവി ചെയ്തു. അപ്പോൾ എനിക്കിനി അല്ലാതെ ഇനി ഒരു സിമുലേറ്റീവ് ഫിക്ഷൻ ചെയ്യണം, അല്ലെങ്കിൽ ഒരു മൈൻഡ് ബെൻഡിങ് ചെയ്യണം, സ്പൈ ഫിലിം ചെയ്യണം, സയൻസ് ഫിക്ഷൻ്റെ സാധനങ്ങൾ ചെയ്യണം. അപ്പം ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ പല ജോണറുകളും, പക്ഷേ വിത്ത് അതിൽ ഞാൻ ചിന്തിക്കുന്ന രീതിയിലൊക്കെ ചെയ്യണം എന്നൊക്കെയാണ് ബേസിക്കായിട്ട്. പിന്നെ ഇതൊരു സൈൻ വേവ് ആണ്, ഇത് പാളും, പാളാതെ ഞങ്ങള് സംസാരിക്കുമ്പോൾ എനിക്ക് അതായത് ഏറ്റവും അങ്ങനത്തെ ടൈപ്പ് ഭയങ്കര റിയാലിറ്റി സംസാരിക്കുന്ന ഭയങ്കര പ്രാക്ടിക്കൽ കാര്യങ്ങൾ സംസാരിക്കുന്ന ആളാണ്. അപ്പം
മാൻ നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മണ്ട അടയ്ക്കും. മണ്ട അടയ്ക്കാൻ അപ്പൊ മണ്ട അടയ്ക്കുമ്പോൾ നമ്മളൊരു അപ്ഡേഷനോ ബാക്കിയുള്ള പരിപാടികൾക്കോ ഒക്കെ നീങ്ങും. അപ്പോഴും നമുക്ക് ചെയ്യാൻ വെച്ചേക്കുന്ന എന്തെങ്കിലും നമുക്ക് ട്രൈ ചെയ്യണം. അല്ലെങ്കിൽ ഈ മണ്ട അടച്ച കാലഘട്ടം വരെ അല്ല, ഇത് മണ്ടയടപ്പ് ഭയങ്കര നോർമലാണ്. പക്ഷെ ചിലപ്പം ഫോർ സർട്ടൺ ഫിലിം മേക്കേഴ്സ് മണ്ടയടപ്പിൽ അവർ പൈസ ഉണ്ടാക്കും. അത് അപ്പൊ എന്നുവെച്ചാൽ അല്ല ഇഷ്യൂ അത് എന്നുവെച്ചാൽ അത് ചിലപ്പോൾ അവർ ഡിസ്ട്രിബ്യൂഷനോ വേറെ എന്തെങ്കിലും പരിപാടിയൊക്കെ വെച്ചിട്ട്, പക്ഷെ ഇറ്റ്സ് നോട്ട് എന്നുവെച്ചാൽ നമ്മൾ വേറെ ഇവിടുത്തെ തന്നെ മണി വിങ്ങുകളിൽ അവര് ഇൻവെസ്റ്റ്മെന്റ്സ് ആയിട്ട് അതൊക്കെ ചെയ്ത്, അപ്പം ഇത് നോർമലാണ്. ലൈക്ക് ഇത് ലൈഫിന്റെ തന്നെ സംഭവമാണ്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും എങ്ങനത്തെ സിനിമ ചെയ്യൂന്നൊക്കെ ഒന്ന് ആലോചിക്കുന്നുണ്ട്. കാരണം സ്കോർസോസ് മണ്ടടയ്ക്കുന്നില്ല. അപ്പൊ മണ്ടടക്കാതിരിക്കാൻ പറ്റും. ഭീകര ഷാർപ്പാവാൻ പറ്റും. എനിക്ക് തോന്നുന്നു ആ സമയത്ത് മുന്നോട്ട് നീങ്ങുമ്പോൾ ഉള്ള അസോസിയേഷൻസ് ആണ് അതിനെ മണ്ടടക്കാനുള്ള റീസൺസ് ആണ് എനിക്ക് തോന്നുന്നു. സ്പീൽബർഗ് അല്ല ഞാൻ പറഞ്ഞത്, സ്പീൽബർഗ് അപ്പൊ ഇത് ഹാർഡ് വർക്കിന്റെ തന്നെ ഒരു പരിപാടിയാണ്. അപ്പൊ എവിടെ ഇത് ഈസി ആയിട്ട് എടുക്കാതെ, പിന്നെ ഈ ടെമ്പററി സക്സസ് ഒന്നും 4 പേര് ജീനിയസ് എന്നൊക്കെ പറയുമ്പോൾ ക്യാരിയുടെ വേക്കെ ആയിട്ട് അങ്ങനെയൊന്നും അല്ല. ഇത് ജീനിയസ് ഒക്കെ വിശപ്പ് മാറ്റി. ഇത് പറഞ്ഞൊരു കാര്യം ആഡ് ഓൺ ചെയ്യാം. പ്രീമിയർ കഴിഞ്ഞിട്ട് ഗ്രീറ്റ് മീറ്റ് അവിടെ നിൽക്കുന്നു. ആരോ വന്നിട്ട് ഈ എന്താണ് നിങ്ങൾ സിനിമ കൊണ്ട് മോറൽ ഉദ്ദേശിച്ചത്? ഞങ്ങൾ മോറലൊന്നും ഉദ്ദേശിച്ചില്ല, മോറൽ ഈസോപ്പ് കഥ പോയി വായിക്കാൻ പറയുന്നത്. പിന്നെ അത് മാത്രമല്ല, എനിക്ക് തോന്നുന്ന മുന്നോട്ടുള്ളൊരു കൃഷാന്ത് ഫിലിംസ് എന്ന് പറയുന്ന ആ പ്രൊഡക്ഷനിൽ നിന്ന് മുന്നോട്ടുള്ള ഒരു സ്ഥലങ്ങളിൽ കുറച്ചും കൂടെ ന്യൂ വേവ് പുതിയ ഫിലിം മേക്കേഴ്സ് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു സ്ഥലം വന്നു കഴിഞ്ഞാൽ, അങ്ങനത്തെ ഒരു സ്പേസ് ഉണ്ടെങ്കിൽ അതിനെ ഹെൽപ്പ് ചെയ്യാനൊക്കെ സാധ്യതയുള്ള ഒരു ഫിലിം മേക്കറാണ്. വിഷനും ഉണ്ട് അങ്ങനത്തെ ഒരു കണക്റ്റീവായിട്ട് സിനിമയും കൂടെ അത് സിനിമ അപ്ലിഫ്റ്റ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ഈ there are certain things അതിൽ മണിയുണ്ട്. പക്ഷെ ഇത് മണി, ഞാൻ പറഞ്ഞ മണി വെച്ച് സംസാരിക്കുന്നില്ല, മണി വന്നാലേ നല്ല സിനിമകൾ വരത്തുള്ളൂ സംഭവം. അപ്പോൾ ചില കോൺസെപ്റ്റുകൾക്ക് നമുക്ക് ഫണ്ട് ചെയ്യാനൊക്കെ പറ്റും. അങ്ങനെ ഒരു ആഗ്രഹവും അങ്ങനത്തെ ഒരു വിഷനും പതുക്കെ സ്റ്റാർട്ടും ചെയ്തിട്ട് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ അവസാനമായിട്ട് ഒരു കാര്യം ചോദിക്കാം. ഈ മറ്റേ മോറലും ഈ സോപ്പ് കഥയും പറഞ്ഞപ്പോൾ ഈ സംവിധായകനെ ഭാരമാവുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ്. കാരണം ഒരു സിനിമ എടുത്തു കഴിഞ്ഞാൽ അതിന് എന്തെങ്കിലും മറ്റേ പറഞ്ഞു കൊടുക്കണം എന്നുള്ളത് പലരും മറ്റേ ഡിമാൻഡ് ചെയ്യലോ. റിവ്യൂ ഒക്കെ എഴുതുമ്പോൾ സിനിമ കണ്ടു കഴിഞ്ഞു, ഇതിൽ എന്താ പറഞ്ഞു, എന്ത് ഉദ്ദേശിച്ചത്, ഞാൻ ആരുടെ കൂടെ നിൽക്കണം, എന്ത് ചെയ്യണം, ഏത് വേണം, ഇത് ഈ നമ്മുടെ ഈ പറയുന്ന കൺസ്യൂം ചെയ്യുന്നവരുടെ മറ്റേ മെയിൻ ക്വറി ആയിട്ട് റിവ്യൂസിലെ കുഞ്ഞെഴുത്തിൽ ട്വിറ്ററിലൊക്കെ ഇത് കാണുന്നതാണ്. എന്താ സമയം ശരിക്കും ഭാരമുണ്ടോ? മോറൽ കൊടുത്തേ നിർബന്ധിത മോറലിൻ്റെ അല്ലേ എനിക്ക് തോന്നുന്ന മിക്കവാറും റിവ്യൂ എഴുതുന്ന ആൾക്കാരുടെയും ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരോ ഒരാൾ ആർട്ട് വർക്ക് ചെയ്തതിൽ 4 വരി താഴെ ആഡ് ചെയ്തിട്ട് അവരവരുടെ ഇൻ്റലിജൻസ് കാണിക്കാൻ നോക്കുന്നതാണ് ബേസിക്കലി ഈ എല്ലാ റിവ്യൂസും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിതിനെ ഇങ്ങനെ കാണാൻ പറ്റും, ഞാൻ സ്പെഷ്യലാണ്, എനിക്ക് അങ്ങനെ കാണാൻ പറ്റും, അല്ലെങ്കിൽ ഇതിൻ്റെ ഇങ്ങനെയാണ് ഇതിൻ്റെ എന്ന് വെച്ചാൽ കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ പുള്ളി ഇങ്ങനെ ഉദ്ദേശിക്കാമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ അവരുടെ ചെറിയ ഈത്തോസും അവർ സ്മാർട്ടാണെന്നും ഇൻ്റലിജൻ്റ് ആണെന്നും ഒക്കെ ഉള്ള സാധനങ്ങൾ പുഷ് ചെയ്യാൻ വേണ്ടി സോഷ്യൽ മീഡിയയൊക്കെ വന്നപ്പോഴത്തേക്കുള്ളൊരു സാധനം ആണ് കുറേയൊക്കെ റിവ്യൂ എടുത്ത്. പിന്നെ അല്ലാതെയും കുറേ പേർക്ക് ഈ ആർട്ട് വർക്കുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതും അത് അവരെങ്ങനെ ഇത് ചെയ്യുന്നതും ഒക്കെ ഉണ്ട്. പിന്നെ ഇതൊന്നും അല്ലാതെ സ്റ്റിമുലേഷൻ മാത്രം വെച്ചുള്ള റിവ്യൂസ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വർക്കായി ഇല്ല അപ്പൊ അത് ഇത് അപ്പം ഈ റിവ്യൂ എന്ന് പറയുന്ന സാധനത്തിന് ഒരു ഭാരമാറ്റോ ഒരു സംഭവമാറ്റോ. പിന്നെ എല്ലാ റിവ്യൂസും വായിച്ചിട്ട് ചില ആൾക്കാർ പറയുമ്പോഴത്തേക്ക്, പിന്നെ റിവ്യൂവേഴ്സ് ആർ ഓൾസോ ബയസ്ഡ് പീപ്പിൾ എന്ന്, അവർ ഭയങ്കര ബയസ്ഡ് ആണ്. അപ്പോൾ എല്ലാത്തിലും നമുക്ക് ഈ പൊളിറ്റിക്കലി ഒന്നും ചെയ്യാനൊന്നും പറ്റുന്നില്ല. അപ്പം ഞാൻ വായിക്കുകയൊക്കെ ചെയ്യും, പക്ഷേ ഇത് തുടങ്ങി കഴിയുമ്പോഴത്തേക്ക് നമ്മളൊരു കിക്കിലാണ് തുടങ്ങുന്നത്. അവിടെ എത്തുമ്പോഴത്തേക്ക് ഇതിൻ്റെ റിവ്യൂസ് എന്നോ ഇതിൻ്റെ ഇതൊന്നും അല്ല, ഇത് എങ്ങനെയെങ്കിലുമൊക്കെ ഒരു ലാഭം ഉണ്ടാവും നമുക്ക് ചെയ്യാം, ഇതിന് എന്തെങ്കിലും ഒരു റീച്ച് എങ്ങനെയാണ്. അപ്പോൾ ഒരു വിഷനുണ്ട്. അപ്പോൾ സംഘർഷയുടെ വിഷൻ നമ്മൾ കൃത്യമായിട്ട് ആ വിഷനിൽ തന്നെ എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇപ്പം നെക്സ്റ്റ് ചെയ്യുന്ന പരിപാടി. അതിൻ്റെ വിഷൻ, ആ വിഷനിൽ പാളുമ്പോഴത്തേക്കും നമ്മുടെ ടീംമേറ്റ്സ്
വിഷ്ണുന്ന് പാളിയെന്ന് പറയാൻ പറ്റുന്ന ഒരു ടീമിന് കൂടെ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ശരിയാണ്, പക്ഷേ ഈസ് ദിസ് വാട്ട് യു വാണ്ടഡ് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അങ്ങനെ ഭാരം അങ്ങനെയൊന്നുമില്ല. നല്ല കാര്യം. സംഘർഷകരൻ്റെ ഈ മോറൽ പറഞ്ഞപ്പോ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വേറെ മോറലൊന്നും ഇല്ല, പ്ലാൻ ഉള്ളവൻ രക്ഷപ്പെടും, പ്ലാനില്ലാത്തവൻ തീർന്നു പോയിട്ടുണ്ടോ. സത്യം സത്യം. അപ്പൊ എന്തായാലും എനിക്ക് തോന്നുന്നു ഒരു തസ്തികയ്ക്കും സിനിമയില് അതായത് ഞാൻ നാളെ റിവ്യൂ ചെയ്യപ്പെടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു തസ്തികയിലും. ചെയ്യുക, റിവ്യൂ ചെയ്യപ്പെടുമ്പോൾ അത് ആ സമയത്ത് നമ്മുടെ ചുറ്റുമുള്ള റിവ്യൂവേഴ്സിന്റെ സ്റ്റാൻഡേർഡ് പോലെ അവരത് എമിറ്റ് ചെയ്യും. ഒന്നുകിൽ അതിന്റെ സെന്ററിൽ നിന്ന് ഇതെല്ലാം എടുക്കുക, അതല്ലെങ്കിൽ മാറി എവിടെങ്കിലും ഇരിക്കുക എന്നുള്ളത് ഇത് ചെയ്യാനുള്ളത് നമ്മുടെ ചോയ്സ് തന്നെയാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു ബാഡ് ഫിലിം ചെയ്തിട്ട് നിന്നെ ഇവിടെ ഫിലിം റിവ്യൂവേഴ്സ് ഒക്കെ ഭയങ്കര മോശമായിട്ട് പറഞ്ഞ എന്ത് ചെയ്യുമെന്ന് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ തൊട്ടപ്പുറത്ത് വണ്ടി പിടിച്ചു പോയാൽ കുമിളിയുണ്ട്, കുമിളിയിൽ തൊട്ടപ്പുറത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടെ 1500 രൂപയ്ക്കൊക്കെ റൂം കിട്ടും. അവിടെ നമ്മള് ഒരാൾക്ക് പറഞ്ഞു അവിടെ പോയിരിക്കും, 10 ദിവസം അവിടെ പോയിരുന്ന തീരാവുന്ന കാര്യം. അതെ അതെ. പിന്നെ ക്രിട്ടിക്സ് ആർ ദേർ എവ്രിവെയർ. അത് എല്ലാ പരിപാടിയിലും ഫുഡ് കഴിക്കുമ്പോഴത്തേക്കും നമ്മള് റിവ്യൂ ഇല്ല, എല്ലാത്തിനും ചെയ്യപ്പെടട്ടെ. അതെ, ഈ ഹ്യൂമൻ എല്ലാം കമ്പാരിസൺ വെച്ചിട്ടല്ലേ നമ്മൾ വലുത് ചെറുത് കൊള്ളാൻ കൊള്ളൂല എല്ലാം പറയുന്നത് നമ്മുടെ സ്റ്റാൻഡേർഡ്സ് വെച്ചിട്ടാണ്. നമ്മൾ ലൻ പിടിച്ച് അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെക്കാട്ടും എന്ത് കുടിച്ചാലും അതുപോലെ ആയില്ലല്ലോ എന്ന് പറയും. അപ്പം അതിനെക്കാട്ടും നല്ല മദ്യമൊക്കെ ഉണ്ട് ചിലപ്പോൾ അല്ലേ. അപ്പൊ അതുകൊണ്ട് കമ്പാരിസന്റെ ഒരു ഇതാണ്. പിന്നെ ഡെമോക്രസി ഉണ്ട്, ആർക്കും എന്തുവാണ് ആക്സെപ്റ്റ് ചെയ്യുക ചോയ്സ്. അതെ അതെ അതെ. അതിനെ റിയാക്ട് ചെയ്യരുതെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ആർട്ട് ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ നമ്മുടെ അല്ല, ഇത് വേറൊരാളുടെയാണ്. നമ്മൾ ചെയ്ത പെർഫോമൻസ് ആണെങ്കിൽ, നമ്മുടെ ആർട്ട് വർക്ക് ആണെങ്കിൽ ഇത് വേറൊരാളാണ്. ചിലപ്പോൾ അയാൾ പൈസ കൊടുത്തായിരിക്കും, ചിലപ്പോൾ അയാൾ ഫ്രീ ആയിട്ടായിരിക്കും കാണുന്നത്. അയാൾക്ക് അതിനെക്കുറിച്ച് അഭിപ്രായം പറയാനുള്ള അധികാരമുണ്ട്. അപ്പോൾ അയാൾ അത് പറയട്ടെ. നമ്മളതിനെ ഇതേ സാധനത്തിലുള്ള ഫ്ലിപ്പ് സൈഡും ഉണ്ട്. അതായത് നമ്മളൊരു സിനിമ ഇതാക്കി ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം എല്ലാവർക്കും അങ്ങ് ഇഷ്ടപ്പെട്ടു, ഭയങ്കരമായ റിവ്യൂ ചെയ്യപ്പെട്ടു, പിന്നെ പോസിറ്റീവ് സ്ഥലങ്ങളിൽ നിന്നുണ്ട്. എന്നിട്ട് ഫിലിം മേക്കർ ഉദ്ദേശിച്ചിട്ടില്ലാത്ത സ്ഥലങ്ങള് ഭയങ്കരമായിട്ട് റീഡ് ചെയ്ത് ഈ ഫിലിം മേക്കറിനെ, അതായത് ഫിലിം മേക്കറിന് താല്പര്യം ഇല്ലെങ്കിൽ അയാളെ ജീനിയസ് ആക്കും. ഇങ്ങനെ മ്യൂച്വലി സംഭവിക്കുന്നുണ്ട്, ഏത് സ്ഥലത്തേക്കും ഇത് സംഭവിക്കാം. ഈ ചാൾസ് ഡാർവിനെയൊക്കെ ജീനിയസ് എന്ന് വിളിച്ച സ്ഥലത്ത് നമ്മൾ ഇവിടുത്തെ ഒരു സിനിമക്കാരനെ ജീനിയസ് എന്ന് വിളിക്കുന്നതൊക്കെ മണ്ടത്തരമാണ്. അല്ലെങ്കിൽ രണ്ടുപേരെ ഇതല്ലേ വിളിക്കാൻ പറ്റൂ. അപ്പൊ എന്തായാലും എല്ലാവിധ ആശംസകളും. മുന്നോട്ടുള്ള ഈ പറഞ്ഞ യാത്ര, കരിയർ, വിഷൻ എല്ലാം അടിപൊളിയാവട്ടെ. Same to you.